മദ്യോപയോഗം തടഞ്ഞ മുത്തശ്ശനോട് കടുത്ത പക. ആലപ്പുഴയിലെ വയോധികന്റെ കൊലപാതകത്തിൽ ഞെട്ടിക്കുന്ന തിരിവ്. കഥ മെനഞ്ഞത് 13 വയസ്സ് മാത്രമുള്ള സ്വന്തം പേരക്കുട്ടി. കാമുകനെയും കൂട്ടാളികളെയും വിളിപ്പിച്ചു വരുത്തി ശ്വാസം മുട്ടിച്ചു കൊന്നു. ചോരപ്പുഴയിൽ കിടന്ന മൃതദേഹം വീഡിയോ കോളിലൂടെ കണ്ട് മരണമുറപ്പിച്ചു. ക്രിമിനൽ ബുദ്ധിയെപ്പറ്റി കേട്ട് തരിച്ച് പോലീസ്. നാടിനെയാകെ വിറപ്പിക്കുകയും കണ്ണിരണിയിക്കുകയും ചെയ്ത കറുവാറ്റയിലെ ഗൃഹനാഥന്റെ ദാരുണമായ കൊലപാതകത്തിന് പിന്നിൽ കൗമാരക്കാരിയായ സ്വന്തം പേരക്കുട്ടിയുടെ ചോര വമിപ്പിക്കുന്ന ആസൂത്രണമെന്ന് പോലീസിന്റെ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. കറുവാറ്റയിൽ വാടകയ്ക്ക് താമസിച്ചു വന്നിരുന്ന കൊല്ലം പരവൂർ നെടുങ്ങോലം കൊച്ചാലംകൂട് സ്വദേശിയായ സരസ്വതി നിവാസിൽ ശിവൻകുട്ടി ചെട്ടിയാരാണ് സ്വന്തം വീട്ടിൽ വെച്ച് ദാരുണമായി കൊല്ലപ്പെട്ടത്. മോഷണ ശ്രമത്തിനിടെ നടന്ന വധശ്രമം എന്ന് തുടക്കത്തിൽ സംശയിച്ച കേസിലാണ് കൊല്ലപ്പെട്ട ശിവൻകുട്ടിയുടെ കേവലം 13 വയസ്സ് മാത്രം പ്രായമുള്ള പേരക്കുട്ടിയുടെ ഭീതിജനകമായ ക്രിമിനൽ ഗൂഢാലോചന പോലീസ് പുറത്തു കൊണ്ടുവന്നത്. വീട്ടുപകരണങ്ങളും സ്വർണ്ണാഭരണങ്ങളും കവർന്ന് പണമാക്കുക, തനിക്ക് തടസ്സമായി നിന്ന മുത്തശ്ശനെ എന്നേക്കുമായി ഇല്ലാതാക്കുക എന്നതായിരുന്നു കൊച്ചുമകളുടെയും അവളുടെ കാമുകന്റെയും ലക്ഷ്യം. സ്മാർട്ട് ഫോണിന്റെ അമിതമായ ഉപയോഗവും വൈകി മാത്രം വീട്ടിലെത്തുന്ന ശീലവും ചൂണ്ടിക്കാട്ടി മുത്തശ്ശനായ ശിവൻകുട്ടി പെൺകുട്ടിയെ നിരന്തരം ശാസിക്കുകയും വിലക്കുകൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിൽ നിന്നും തുടങ്ങിയ കടുത്ത വിരോധവും വൈരാഗ്യവുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. കൊല്ലത്ത് പഠിച്ചിരുന്ന കാലയളവിൽ പരിചയപ്പെട്ട കാമുകനെയും അവന്റെ സുഹൃത്തുക്കളെയും ഉപയോഗിച്ച് മുത്തശ്ശനെ വകവരുത്താൻ പെൺകുട്ടി പ്ലാൻ തയ്യാറാക്കുകയായിരുന്നു. കൊലപാതകം നടത്തേണ്ട രീതിയും ആരും കാണാതെ വീട്ടിൽ കയറാനുള്ള വഴിയും സ്വർണവും പണവും സൂക്ഷിച്ചിട്ടുള്ള അലമാരയുടെ സ്ഥാനവുമെല്ലാം ഫോണിലൂടെ കൃത്യമായി നിർദ്ദേശിച്ചത് ഈ 13-കാരിയായിരുന്നു. ഞായറാഴ്ച ദിവസം വീട്ടിൽ മുത്തശ്ശൻ തനിച്ചായിരിക്കുമെന്ന് കാമുകനെ വിളിച്ചറിയിച്ചതോടെയാണ് പ്രതികൾ കൃത്യത്തിനായി പുറപ്പെട്ടത്. പെൺകുട്ടി നൽകിയ നിർദ്ദേശമനുസരിച്ച് കൊല്ലത്തു നിന്നും ട്രെയിൻ മാർഗം ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിലെത്തിയ കാമുകനും സുഹൃത്തുക്കളും ഫോൺ വഴി പെൺകുട്ടി നൽകിയ റൂട്ട് മാപ്പ് പിന്തുടർന്നാണ് കരുവാറ്റയിലെ വീട്ടിലെത്തിയത്. വീടിന്റെ പിന്നിലെ ശുചിമുറിയുടെ മേൽക്കൂരയിലുള്ള ആസ്ബറ്റോസ് ഷീറ്റ് പൊട്ടിച്ച് അകത്ത് കടക്കാൻ കുട്ടി തന്നെയാണ് ഇവർക്ക് വഴി കാണിച്ചു കൊടുത്തത്. അകത്ത് കടന്ന പ്രതികൾ ശിവൻകുട്ടിയെ കിടക്കവിരിയും മറ്റ് വസ്ത്രങ്ങളും ഉപയോഗിച്ച് വായിലും മൂക്കിലും മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതകത്തിന് ശേഷം ദാരുണമായി കിടക്കുന്ന മൃതദേഹത്തിന്റെ ദൃശ്യങ്ങൾ വീഡിയോ കോൾ വഴി പെൺകുട്ടിയെ കാണിച്ചു കൊടുക്കുകയും മരണം ഉറപ്പാക്കിയ ശേഷം അലമാരയിലുണ്ടായിരുന്ന ആഭരണങ്ങളും പണവും കവർന്ന് പ്രതികൾ രക്ഷപ്പെടുകയുമായിരുന്നു. സംഭവം നടന്ന സമയത്ത് പെൺകുട്ടി സ്ഥലത്തില്ലായിരുന്നു എന്നത് അന്വേഷണ സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. തുടർന്ന് മൊഴി രേഖപ്പെടുത്തുന്നതിനിടെ കുട്ടി നൽകിയ പരസ്പര വിരുദ്ധമായ മറുപടികളാണ് പോലീസിന് സംശയമുണ്ടാക്കിയത്. വീടിന്റെ മറ്റു മുറികളെല്ലാം പ്രതികൾ അലങ്കോലപ്പെടുത്തിയിരുന്നെങ്കിലും പെൺകുട്ടിയുടെ മുറിയിൽ മാത്രം യാതൊരുവിധ പരിശോധനയും നടക്കാതിരുന്നത് ഉദ്യോഗസ്ഥരെ പ്രധാന തെളിവിലേക്ക് നയിച്ചു. വീടുമായി അടുത്ത ബന്ധമുള്ള ആരോ ആണ് ഈ ആസൂത്രണത്തിന് പിന്നിലെന്ന് ഉറപ്പിച്ച പോലീസ് പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ രേഖകൾ വിശദമായി പരിശോധിച്ചതോടെയാണ് ഞെട്ടിക്കുന്ന രഹസ്യങ്ങൾ ഓരോന്നായി പുറത്തു വന്നത്. വിശദമായ ചോദ്യം ചെയ്യലിൽ പെൺകുട്ടി കുറ്റം സമ്മതിക്കുകയായിരുന്നു. കൊല്ലപ്പെട്ട ശിവൻകുട്ടി ചെട്ടിയാരുടെ മകൾ ശ്രീകലയുടെ ആദ്യ വിവാഹത്തിലുള്ള മകളാണ് കേസിൽ പ്രതിയായ പെൺകുട്ടി. ആദ്യ ബന്ധം വേർപെടുത്തിയ ശേഷം ശ്രീകല രണ്ടാമത് വിവാഹം കഴിച്ച വ്യക്തി നിലവിൽ വിദേശത്ത് ജോലി ചെയ്തു വരികയാണ്. കുടുംബാംഗങ്ങൾ എല്ലാവരും മുൻപ് കൊല്ലത്തായിരുന്നു താമസം. 2 വർഷം മുൻപാണ് ഇവർ കരുവാറ്റയിലേക്ക് താമസം മാറ്റിയത്. മകൾ ശ്രീകലയ്ക്കായി നിർമ്മിക്കുന്ന പുതിയ വീടിന് സമീപമുള്ള വാടക വീട്ടിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. കാമുകനുമായി ചേർന്ന് സ്വർണം വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ആഡംബര ജീവിതം നയിക്കാനായിരുന്നു ഇവരുടെ നീക്കം. കേസിൽ പെൺകുട്ടിയുടെ കാമുകനെയും കൂട്ടാളികളെയും മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ തന്ത്രപരമായ നീക്കത്തിലൂടെ പോലീസ് പിടികൂടി. കൗമാരക്കാരുടെ ഇടയിലെ കുറ്റകൃത്യങ്ങളും സോഷ്യൽ മീഡിയ വഴിയുള്ള അപകടകരമായ കൂട്ടുകെട്ടുകളും എത്രത്തോളം ഭയാനകമായ തലത്തിലേക്ക് വളരുന്നു എന്നതിന്റെ ഞെട്ടിക്കുന്ന തെളിവായി മാറുകയാണ് ഈ സംഭവം.